ശ്രീ എം ജയചന്ദ്രൻ എന്തായാലും യു ഡി എഫിലേക്ക് പോകുവാൻ കരുക്കൾ നീക്കി കഴിഞ്ഞു ജോസ് കെ മാണി എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അദ്ദേഹത്തിന് തുടക്കത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ക്രൈസ്തവ സഭകളുടെ ശക്തമായ സമ്മർദ്ദം ഇക്കാര്യത്തിൽ, കത്തോലിക്ക സഭയുടെ ശക്തമായ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ജോസ് കെ മാണിക്ക് മേൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ നിലപാടിലേക്ക് വന്നു കഴിഞ്ഞു. റോഷി അഗസ്റ്റിന് എതിർപ്പുണ്ട്, റാന്നി MLA പ്രമോദ് നാരായണനും എതിർപ്പുണ്ട്. മറ്റ് MLA മാർ, മറ്റ് 3 MLA മാർ, ജോബ് മൈക്കിൾ, അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, അതുപോലെ N ജയരാജ്, ഈ 3 പേരും ജോസ് കെ മാണിക്കൊപ്പം ഉണ്ട് താനും. ഇതല്ലേ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ? മഞ്ജുസ്, താങ്കൾ പറഞ്ഞതിൽ ഒരു ചെറിയ ഭേദഗതി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിന് വരുത്തിക്കോട്ടെ. കാരണം ഈ സിനഡ് യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് പോയി എന്ന് പറഞ്ഞല്ലോ, അതിനുശേഷമാണ് തീരുമാനം, വിസ്മയം എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇവരുടെ വയനാട് സമ്മിറ്റ് ഉണ്ടല്ലോ, ഉച്ചകോടി അടുത്തിടെ കോൺഗ്രസിന് നടന്നത് ആ 7 സ്റ്റാർ ഹോട്ടലിൽ, അതിനുശേഷമുള്ള കനകോലു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഇങ്ങനെ പല കഷ്ണങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അത് RJD കുറിച്ചായിരുന്നെങ്കിൽ ഇന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കുറിച്ചാണ് എന്നൊരു പ്രകാര വ്യത്യാസം മാത്രമേ ഇപ്പൊ കാണാനുള്ളൂ. പ്രാഥമികമായിട്ടുള്ള ചിത്രം അതാണ്. പിന്നെ രണ്ടാമത് താങ്കൾ ചോദിച്ചാൽ, ഈ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ, ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ ഒരു മണ്ഡലം കമ്മിറ്റിയുള്ള നേതാവ് പോലും UDF നിന്ന് വിട്ട് LDF നിന്ന് വിട്ട് UDF ചേക്കേറണം എന്നൊരു അഭിപ്രായം എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരും ഇതുവരെ കേട്ടിട്ടില്ല. പരസ്യമായി എവിടെയും അത്തരമൊരു താല്പര്യം വന്നതായി കേട്ടിട്ടില്ല. MLA മാർ 5 പേരുണ്ട്. MLA മാർ 5 പേരിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. സ്റ്റിയറിംഗ് കമ്മിറ്റിയുള്ള ആൾക്കാരുണ്ട്, അത് 10-40 പേരുണ്ടല്ലോ, അവരാരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ചെയർമാന്റെ അഭിപ്രായം ചെയർമാൻ ഫേസ്ബുക്കിൽ പറഞ്ഞതും മറ്റു തരത്തിലാണ്. ആരെങ്കിലും ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടാണോ ഇത്തരത്തിൽ ചർച്ചകൾ നടത്തുന്നത്? ശ്രീ എം ജയചന്ദ്രൻ, അങ്ങനെയല്ലല്ലോ രാഷ്ട്രീയം, അങ്ങനെയല്ലല്ലോ മുന്നണി മാറ്റം സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൽ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. നിന്ന നിൽപ്പിൽ മുന്നണി മാറിക്കളയും. അതാണ് കേരള കോൺഗ്രസിന്റെ ചരിത്രവും രാഷ്ട്രീയവും. അല്ല, ഞാൻ പറയട്ടെ. അപ്പൊ ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് കേരള കോൺഗ്രസിന്റെ LDF-ലെ ഇപ്പോഴുള്ള നിലനിൽപ്പ്. അത് പൊടുന്നനെ മാറ്റി ഇനി UDF-ലേക്ക് ചാടുന്നു. ഇതാണല്ലോ നമ്മുടെ ഡിബേറ്റിന്റെ ഇന്നത്തെ ക്രക്സ് എന്ന് പറയുന്നത്. ആയിക്കോട്ടെ, അത് അങ്ങനെ തന്നെ അത്തരം സാധ്യതകൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് മുൻപ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ 2010 PJ ജോസഫ് എങ്ങനെയാണ് UDF-ലേക്ക് പോയെന്ന് നോക്കിയാൽ മതിയല്ലോ. അത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. അപ്പൊ അതിലൊന്നും കാര്യമില്ല. പക്ഷെ ഈ താങ്കൾ ആദ്യം കണക്ക് പറഞ്ഞല്ലോ, MLA മാർ 5 പേരുണ്ട്, അതിൽ 3 പേര് റോഷിക്കൊപ്പം നിൽക്കും, റോഷി അഗസ്റ്റിനൊപ്പം നിൽക്കുന്നു. 3 പേര് ജോസ് കെ മാണിക്കൊപ്പം, 3 പേര് ജോസ് കെ മാണിക്കൊപ്പം, റോഷിയും പ്രമോദ് നാരായണും ഒരു പക്ഷത്ത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഞാൻ കേട്ടതിന്റെ തെറ്റാണത്. താങ്കൾ 3ഉം 2ഉമായിട്ടാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. അത്തരം ഒരു ഡിവിഷൻ വരികയാണെങ്കിൽ ജോസ് കെ മാണിയോടൊപ്പം ഒരൊറ്റ MLA ഉണ്ടാവൂ. 4 MLA മാർ ഈ പറയുന്നത് പോലെ മറുഭാഗത്ത് നിൽക്കും. മറുഭാഗത്തിന് നേതൃത്വം നൽകുന്ന റോഷി അഗസ്റ്റിനാണോ മറ്റാരെങ്കിലും ആണോ എന്നൊക്കെ ഉള്ളത് പിന്നീട് തെളിയിക്കാനിരിക്കുന്ന കാര്യമാണ്. ഏതായാലും അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു സംശയമില്ലാതെ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം, ഇന്നത്തെ അറിവിൽപ്പെട്ടിടത്തോളം എനിക്ക് പറയാൻ പറ്റും, 4 MLA മാർ ഒരു പക്ഷത്തും ഒരാള് UDF-ലേക്ക് പോകണം എന്ന പക്ഷക്കാരനുമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ചയിലൂടെ വന്നു കഴിഞ്ഞു. അതായത് ഞാൻ മനസ്സിലാക്കട്ടെ, ഈ കാര്യം ഇപ്പോൾ ജോസ് കെ മാണിയുടെ പക്ഷത്ത് 3 MLA മാരുണ്ട്, മറുവശത്ത് റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായൺ MLA-യും. ഈ ഒരു കാര്യം പുറത്തു വന്നതിന് ശേഷം CPM-ന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റ് 2 പേരെ ഞാനത് പറയുകയാണ്, N ജയരാജിനെയും അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനെയും ജോസ് കെ മാണി പക്ഷത്ത് നിന്ന് മാറ്റി റോഷി പക്ഷത്തെ കൊണ്ടുവരുവാനുള്ള ശ്രമം CPM വിജയകരമായി നിർവഹിച്ചിട്ടുണ്ട്. താങ്കളുടെ വാക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. താങ്കൾക്ക് CPM-ന്റെ അടുത്ത് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്, വലിയ സോഴ്സ് ഉള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം താങ്കളോട് തന്നെ ചോദിക്കുന്നത്. എന്റെ വാക്യമായിട്ട് അതിനെ പരിവർത്തിപ്പിക്കേണ്ടതില്ല. ഞാൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. മഞ്ജുഷെ, ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു ഡിവിഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിശ്ചയമായും 4 പേരെ ഒരു പക്ഷത്തും UDF-ലേക്ക് പോകാൻ ഒരാളുമേ ഉണ്ടാവൂ എന്നുള്ളതാണ് എൻ്റെ ബോധ്യവും വിശ്വാസവും. അത് ആരൊക്കെയാണെന്നുള്ള പേര് ഇപ്പൊ പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് താങ്കൾ പറഞ്ഞ 5 പേരേ ഉള്ളൂ. 5 പേരെ വെച്ച് നമുക്ക് എന്ത് സ്പെക്കുലേഷൻ അത് വെച്ചല്ലേ നടത്താൻ പറ്റൂ. ഏതായാലും അത് വെച്ച് തന്നെ ഞാൻ പറയുകയാണ്, അങ്ങനെ വരുമ്പോൾ 4 പേര് LDF-നൊപ്പം നിൽക്കണമെന്നും ഒരാൾ UDF-നൊപ്പം പോകണമെന്നും തീരുമാനിക്കാൻ ഉള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ വരെ പോകാൻ
പോലെയുള്ള സാധ്യതയില്ല. 16-അംഗ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ശരി, ഒരു ഞാൻ തീരുമാനം താങ്കളിലേക്ക് വരാം. ഉണ്ടാകണം. ശ്രീ സേനാപതി വേണു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.